അനുഗ്രഹീതമായ ദിവസങ്ങൾ ദാനം തരുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഓരോ ദിവസവും കൃപയുള്ളവരായി, അഭിഷേകമുള്ളവരായി, വിശ്വാസമുള്ളവരായി, നിർമ്മലരായി, സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് യേശു പറഞ്ഞ നദനേലിനെ പോലെയുള്ളവരായി ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ യേശു കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, 1000 തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. നമ്മളെത്ര സത്യം 1000കണക്കിന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് കള്ളത്തരങ്ങൾ പതുക്കെ പറഞ്ഞാൽ മതി, ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ചെവിയിൽ ആരോടും പറയരുതട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ എന്നൊരു കള്ളം പറഞ്ഞാൽ അതിനെ 1000 സത്യത്തേക്കാൾ ഈ ലോകം ചെവി കൊടുക്കും. കാരണം ഈ ലോകം, ബൈബിൾ പറയുന്ന ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോവും. ലോകം സത്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒന്നല്ല, ദൈവരാജ്യമാണ് സത്യത്തിന് വില കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ രാജ്യം വരണമേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പോൾ അവിടെ നീതിയുണ്ട്, സമാധാനമുണ്ട്, അവിടെ കള്ളത്തരങ്ങൾക്ക് വിലയില്ല. നീതിക്കാണ് വിലയുള്ളത്, കൃപകൾക്കാണ് വിലയുള്ളത്. ലോകത്തിലോ ഇതിനൊന്നിനും ഒരു മൂല്യം ആരും കൽപ്പിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ പലരും അതിനെ എതിർക്കും. അമേരിക്ക പോലെ, യൂറോപ്പ് രാജ്യങ്ങൾ, അമേരിക്ക, അങ്ങനെയുള്ള വികസിത രാജ്യങ്ങൾ യേശു എന്ന വാക്ക് ഉപയോഗിക്കാൻ പലയിടത്തും തടസ്സപ്പെടുത്തുകയാണ്. ക്രിസ്തീയ രാജ്യങ്ങളാണെന്ന് ഓർക്കണം. യേശുവിനെ കുറിച്ച് പറയാൻ പാടില്ല. വേറെ ഏത് മതത്തെക്കുറിച്ച് വേണമെങ്കിലും പറഞ്ഞാൽ അവരതിനെ പ്രോത്സാഹിപ്പിക്കും. യേശു എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചില രാജ്യങ്ങളിൽ ക്രിസ്മസ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചില രാജ്യങ്ങളിൽ ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം വേറെ വാക്കുകളെല്ലാം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സാന്താക്ലോസ്, ഏതോ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് സമ്മാനങ്ങൾ തരുന്നു, അങ്ങനെ ഒരു കഥയാക്കി അതിനെ മാറ്റി. എന്നാൽ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകന്റെ ജനനമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനും ആ ഗവൺമെന്റിന് വരെ നാണക്കേട് വരെയായി. അവിടം വരെയും ഭൂമി അധപ്പതിച്ചു. സുവിശേഷത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ക്രിസ്തീയ രാജ്യങ്ങൾ നശിച്ചത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാജ്യങ്ങളെല്ലാം നേടാൻ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം. ആ രാജ്യങ്ങളെ പച്ചപ്പുഴും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം അവരെ കൃപയിലേക്ക് മടക്കി കൊണ്ടുവരാൻ. അബ്രഹാമിൻ്റെ കിണറുകളെ ഫിലിസ്തീർ മണ്ണിട്ട് മൂടി. എന്നാൽ ഇസഹാക്കിൻ്റെ കാലത്ത് അത് കുഴിച്ചതുപോലെ നമ്മുടെ അടുത്ത തലമുറ പോയി ആ പഴയ ക്രിസ്തീയമായ മൂല്യങ്ങളെ കുഴിച്ചെടുക്കണം. വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയും ആത്മാവിലെ സത്യത്തിലുമുള്ള ആരാധനയും ഓരോ രാജ്യങ്ങളിലും നീതിയായി നടപ്പിലാക്കണം. കള്ളത്തരങ്ങൾക്ക് വില കൊടുക്കുന്ന, പാപത്തിനും ലോകത്തിനും വില കൊടുക്കുന്ന സോദോം ഗൊമേറ പോലെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന്, തീയും ഗന്ധവും കത്തുന്ന തീ പൊയ്കയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. നമ്മളുള്ള കാലത്ത് ഇനി തീയും ഗന്ധകവും പെയ്ത് ഒരു നാട് നശിക്കരുത്, ഒരാൾ ന്യായവിധിക്ക് ഇരയാകരുത്. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ 12 പേരെ മാത്രം തിരഞ്ഞെടുത്ത കർത്താവ് പേടിച്ചില്ല, സ്വർഗത്തിലേക്ക് പോകാൻ പേടിച്ചില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരെ വന്നുള്ളൂ, അതിൽ കർത്താവിന് പേടിയില്ല. ഒരാളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവൻ ആകും എന്ന് കർത്താവിന് ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ എല്ലാ കാര്യങ്ങളും അത്ഭുതമാകും. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. അപ്പോസ്തല പ്രവൃത്തി ധ്യാനിക്കുന്നതെല്ലാം അതിനുവേണ്ടിയാണ്. ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം, ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம்.
ஒரு கரு போல காத்தீரே நன்றி. என்னை சிதையாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி. என்னை சிதையாமல் சுமந்தீரே நன்றி. எபனேசரே, எபனேசரே, இந்நாள் வரை சுமந்தவரே. எபனேசரே, எபனேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீரே நன்றி. என் இதயாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி. என்னை சிதையாமல் சுமந்தீரே நன்றி. எபனேசரே, எபனேசரே, இந்நாள் வரை சுமந்தவரே. எபனேசரே, எபனேசரே, என் நினைவாய் இருப்பவரே. எபனேசரே, 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 இந்நாள் வரை சுமந்தவரே. எபனேசரே, எபனேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல സുമന്തിരേ നന്ദി. നന്ദി കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ ചുമക്കുന്നതിനായി നന്ദി. ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ ചുമക്കുന്നല്ലോ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി എബിനേസറേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ചില ദിവസം ഒരു വാക്യം വായിക്കും, ചില ദിവസം 2-3 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ വായിക്കും, ചില ദിവസം 2 വാക്യങ്ങൾ വായിക്കും. ഓരോ ദിവസവും വായിക്കുമ്പോൾ കിട്ടുന്ന ദൈവിക പ്രകാശത്തിനനുസരിച്ച് ഓരോ വാക്യങ്ങളിൽ നമുക്ക് പ്രകാശിച്ച് കിട്ടുന്ന കാര്യമുണ്ട് നമ്മുടെ ഉള്ളിലേക്ക്. അത് നമ്മുടെ തലച്ചോറിൽ വരുന്ന അറിവല്ല, ഇത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾ, നിയോഗങ്ങൾ, ആശയങ്ങൾ, ഉദാഹരണങ്ങൾ. ഇതെല്ലാം നമ്മെ വളരെയധികം ബലപ്പെടുത്തും, നമ്മുടെ ആത്മ മനുഷ്യനെ വളരെയധികം പുഷ്ടിയുള്ളതാക്കി മാറ്റും. അപ്പോസ്തല പ്രവൃത്തി 2:13-14 എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു.
തമ്മിൽ എല്ലാവരും സംസാരിക്കുകയാണ്. ഓടിക്കൂടിയവരെല്ലാം, ആകാശത്തിൻ്റെ കീഴെയുള്ള എല്ലാ ഭാഷക്കാരിൽ നിന്നും വന്ന, പെരുന്നാളിന് അവധിക്ക് വന്നവരെല്ലാം, യെരൂശലേമിലുള്ളവരെല്ലാം ഓടിക്കൂടിയിരിക്കുകയാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരാണ് ഇരിക്കുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? വലിയൊരു മുഴക്കമാണ് അവരെ കൂട്ടി വരുത്തിയത്. വലിയൊരു കാറ്റാണ് ഇവരെ മാറ്റിമറിച്ചത്. കാറ്റ് ഇവരെ മാറ്റിമറിച്ചു. വലിയ മുഴക്കം ജനങ്ങളെ ഇളക്കി കൊണ്ടുവന്നു. അത്രയൊക്കെ ഉള്ളൂ. കർത്താവിന് ഒരു കാറ്റടിപ്പിച്ചാൽ കടലിൽ നിന്ന് കാടപ്പക്ഷി പറന്നു വരും. അതാണ് കർത്താവിൻ്റെ ഒരു ഒറ്റ കാറ്റിൽ അനുഗ്രഹങ്ങളുണ്ട്. കർത്താവിൻ്റെ ആ ഒറ്റ കാറ്റിൽ യോന എന്ന പ്രവാചകൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു കാറ്റ് മതി കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കാൻ. ഒറ്റ കാറ്റ്. ഒരു കാറ്റടിച്ചു, കാടപ്പക്ഷി വന്നു. അടുത്ത കാറ്റടിച്ചപ്പോൾ ഇതാ എല്ലാ ഭാഷക്കാരും അവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ സമയം വരെ അവർ ഒരുങ്ങുകയാണ്. ആ പെന്തക്കോസ് നാളിലാണ് ഭൂമിയിലെ എല്ലാ ഭാഗത്തുനിന്ന് ജനങ്ങൾ വരുന്നത്. എല്ലാം കർത്താവിൻ്റെ ടൈമിംഗ് ആണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒത്തിരി അധികം ദൈവത്തെ സ്തുതിക്കും. എല്ലാം കർത്താവിൻ്റെ സമയമാണ്. അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ്. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും? എങ്ങനെ ഇവരിങ്ങനെ പറയുന്നു? എല്ലാ ഭാഷയും ഇവർ പറയുന്നു. നമ്മുടെ അതേ ഭാഷയിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ പറയുന്നു. തമ്മിൽ അവിടെ ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിൽ കുറച്ചു പേര് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഈ കൂട്ടം 2 വിഭാഗമായി തിരിഞ്ഞു. ചിലർ പറഞ്ഞു ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കൂട്ടര് പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ചു. ഏത് നല്ല കാര്യത്തെയും ആക്ഷേപിക്കുന്നവരുണ്ട്. ഏത് നല്ല കാര്യത്തിനെതിരെ നിൽക്കുന്നവർ എപ്പോഴും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മുടെ കാലത്ത് വിമർശിക്കുന്നവരും എതിർക്കുന്നവരും ഇല്ലായ്മ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. നന്മകളിലേക്ക് വരാൻ പലർക്കും അറിയില്ല. നല്ല തീരുമാനങ്ങൾ എടുത്ത് നിൽക്കാൻ പലർക്കും കഴിയുന്നില്ല. നല്ലതിനെ മുറുകെ പിടിക്കാൻ പലർക്കും അറിയില്ല. കൊച്ചു കേരളത്തിൽ തന്നെ ഗവൺമെന്റിന് പോലൊരു നല്ല ഉറച്ച തീരുമാനത്തിൽ വരാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നല്ല ഫാക്ടറികളൊക്കെ എങ്ങോട്ട് പോകുന്നു? മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. നമ്മൾ വായിക്കുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള പല യൂണിയൻ പ്രശ്നങ്ങളും, ഒരു വീട്ടിൽ ഒരു വീട്ടു സാധനങ്ങൾ കൊണ്ടുവന്നാൽ പോലും അതിന് യൂണിയൻകാർക്ക് നമ്മൾ അതൊന്നെടുത്ത് താഴെ വെക്കുന്നതിന് എത്രയോ 1000 രൂപ കൊടുക്കണം. ഇങ്ങനെ കമ്പനികളൊക്കെ രാത്രി പൂട്ടി അവരെല്ലാം കേരളത്തിൻ്റെ അതിർത്തി കടന്നു പോയി. എനിക്കറിയാവുന്ന ഒരു ഫാക്ടറി മുതലാളി രാത്രിയിൽ പല വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 കണ്ടെയ്നർ ലോറിയിൽ രാത്രി വന്നിട്ട് എല്ലാ മിഷനറികളും എടുത്ത് കേരളത്തിൻ്റെ അതിർത്തി കടന്നു പോയി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ നാട്ടിൽ എന്നെ പോലുള്ളവർക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. അവരെല്ലാം കേരളത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് വലിയ ഫാക്ടറികൾ ഇട്ടു. അവർ നന്നായിട്ട് ജീവിക്കുന്നു. കാരണം നിലപാടുകൾ മാറ്റാൻ കഴിയുന്നില്ല. ശക്തിയുണ്ടെങ്കിലും അധികാരം ഉപയോഗിച്ച് ഇതിനെയെല്ലാം തിരുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. തിന്മയ്ക്ക് കൂടുതൽ സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ തിന്മയ്ക്കാണ് സാധ്യത. ഇതാ അവിടെ കൂടി വന്ന ജനങ്ങൾ ഇതെന്തായിരിക്കുമെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഒരു കൂട്ടർ പറയുമ്പോൾ, ഉടനെ അതിനെ എതിർക്കുന്ന, അടിച്ചമർത്താൻ നോക്കുന്ന, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഈ ദൈവപ്രവർത്തിയെ എന്ത് വില കൊടുത്തും ഒതുക്കിക്കളയുന്ന വാക്കുകളുമായി ചിലർ രംഗത്ത് വന്നു. പരിഹാസത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ 120 പേരുടെ വായിലൂടെ പുറത്തു വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ ഭാഷ 120 പേരിൽ നിന്ന് പുറത്തു വരുമ്പോൾ, കൃപയുടെയും ഉപ്പിനെ രുചി വരുത്തിയ ഭാഷകൾ 120 പേരുടെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ, കൃപയില്ലാത്ത, മനുഷ്യരെ തളർത്തിക്കളയുന്ന, പരിഹസിക്കുന്ന,
പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഭാഷയുമായി ഇതാ ചില രംഗത്ത് വരുന്നു. ഇതിൻ്റെ നടുവിലാണ് പത്രോസ് എഴുന്നേറ്റത് നമുക്കറിയാം. അപ്പോൾ ഒരു കൂട്ടർ ആശ്ചര്യത്തോടെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇതെന്തായിരിക്കും അറിയാനുള്ള ആഗ്രഹം. ഒരു വലിയ മുഴക്കമുണ്ടായത്, വലിയൊരു കാറ്റടിച്ചത്, എല്ലാവരും വലിയ കാര്യങ്ങൾ, എല്ലാവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം ഇവരാരും കണ്ടിട്ടില്ല. ഇവരെല്ലാം ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് പല രാജ്യങ്ങളിൽ പോയി ഉയർന്നു വന്നവരാണ്. വളരെ നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ട് പല ഭാഷകളും പഠിച്ചവരാണ്. പല രാജ്യത്തും ചെന്ന് ആ രാജ്യത്തെ ഭാഷകൾ പഠിക്കാൻ അവർ വർഷങ്ങൾ എടുത്തതാണ്. ഇതാ 120 പേര് പുതിയ ഭാഷ പറയുന്നു. ചെറിയ കാര്യമാണ്. അതറിയാനുള്ള ഒരു ആഗ്രഹം, ഭയങ്കരമായ ഒരു ആവേശം അവരുടെ അകത്ത് ആ കാറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയുമാണ്. അപ്പോൾ കൂടി വന്നത് 3000 പേരൊന്നുമല്ല, അവിടെ 30,000 പേരെങ്കിലും കൂടി വന്ന് കാണാം. അല്ലെങ്കിൽ 6000 പേര്, അല്ലെങ്കിൽ 5000 പേര് കൂടി വന്ന് കാണാം. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യപ്പെട്ട് മുട്ടുകുത്തിയ, അറിയാൻ ആഗ്രഹിച്ച് ഹൃദയം തുറന്ന ലുദിയമാരാണ് 3000 പേര് പിന്നത്തേതിൽ മുട്ടുകുത്തിയതെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാതെ ആകെ 3000 പേര് വന്ന് ആ 3000 പേര് തന്നെയല്ല, ഇത് വലിയൊരു കൂട്ടം കേട്ടു, സുവിശേഷം കേട്ടു. സുവിശേഷം എല്ലായിടത്തും എത്തുമ്പോൾ അവസാനം വരും. അന്ന് ഒത്തിരി പേര് ആ യെരുശലേം പട്ടണം മുഴുവനും സുവിശേഷം കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനകത്ത് 3000 പേരെ പരിശുദ്ധാത്മാവ് തൊട്ടു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ മറ്റൊരു വാക്യമുണ്ട്. അവർ വിശ്വസിച്ചു. വിശ്വസിക്കാൻ എല്ലാവർക്കും കഴിയില്ല. എല്ലാവരും വന്നതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എൻ്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ എന്ന്. ഒരു പിതാവ് അവൻ്റെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് പറഞ്ഞതുപോലെ, കർത്താവേ, എൻ്റെ ഉള്ളം മുഴുവൻ അവിശ്വാസമാണ്, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമെന്ന് ആ പിതാവ് പ്രാർത്ഥിച്ചു. ഉടനെ ആ മോൻ സൗഖ്യമായി. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ വിടുതൽ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അവിശ്വസിച്ചും പരിഹസിച്ചും നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയെ നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ വേണ്ടാധീനം ദൈവവചനത്തിനെതിരെയും ദൈവസഭയ്ക്കെതിരെയും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നടക്കേണ്ട വലിയ അനുഗ്രഹത്തെ നാം തിരസ്കരിക്കരുത്. അറിയാൻ ആഗ്രഹിക്കണം, അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. അങ്ങനെ 1000 10,000 കൂടിയ ആ വലിയ സംഭവം, ഒരു മുഴക്കം. എല്ലാവരും വീടുകളിൽ നിന്ന് ഇറങ്ങി. ഭൂമി കുലുങ്ങുമ്പോൾ എല്ലാവരും ആദ്യം ഇറങ്ങുന്ന വീടിന് വെളിയിലാണ്. അപ്പോൾ ഒരു മുഴക്കമാണ്. ഭൂമി കുലുക്കത്തിൽ ഉണ്ടാകുന്ന വലിയ മുഴക്കമാണ്. ഭൂമി വിണ്ടുകീറുന്നു. ഇതുപോലൊരു മുഴക്കം കൊണ്ടുവന്നു. എല്ലാവരും പെരക്കകത്ത് നിന്ന് വെളിയിലിറങ്ങി, കെട്ടിടങ്ങളിൽ നിന്ന് വെളിയിലിറങ്ങി. മുഴക്കമുണ്ടായ സ്ഥലത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. കെട്ടിടങ്ങളൊന്നും തകർന്നിട്ടില്ല. എന്നാൽ ഈ ദിക്കിലേക്ക് ഓടാമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വന്നതാണ് സംഭവം. ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഈ മുഴക്കമുണ്ടായത്. പക്ഷേ കെട്ടിടത്തിന് കേടുകളൊന്നും ഇല്ല. ഇതാണ് അവരെ ആശ്ചര്യപ്പെടുത്തിയത്. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു പറയുന്നു. അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവരെല്ലാം ആകർഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്ലാൻ ഇല്ലെങ്കിലും ഒത്തിരി പേര് കൂടി വന്നു. അവർ പരിഹാസത്തിൻ്റെ ചൊവ്വയുമായി എഴുന്നേറ്റു. അപ്പൊ ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് അവിടെ സംഭവിച്ചത്, ഹൃദയപൂർവം അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നൊരു സത്യമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം. ഹൃദയപൂർവം അന്വേഷിക്കണം. ഒരു വാക്യം യിരെമ്യാ പ്രവചനം 33:3 വാക്യം, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വൻ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. എന്നാൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കണം, ഞാൻ നിനക്ക് ഉത്തരമരുളും.
അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹൃദയപൂർവം അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. വെറുതെ അന്വേഷിച്ചാൽ പോരാ, ഹൃദയപൂർവം ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും. ആ അന്വേഷണം ഹൃദയത്തിൽ നിന്നായിരിക്കണം. അത് കണ്ടെത്തും വരെ ഉള്ള അന്വേഷണമാണ്. അതാണ് 99 ആടുകൾ ഉണ്ടായിട്ടും ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇടയൻ ഹൃദയത്തിൽ നിന്നാണ് ആ അന്വേഷണം ആരംഭിച്ചത്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 15 കാണുന്നത്. 10 ദ്രഹ്മയുണ്ടായ സ്ത്രീയുടെ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ 9 ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നില്ല. ആ നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി ഹൃദയപൂർവം അന്വേഷിച്ചു. അടിച്ചു വാരി കണ്ടെത്തും വരെ. അതുകൊണ്ടാണ് ഇവരെല്ലാം സന്തോഷിച്ചത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയ മോൻ എല്ലാ സ്വത്തും ദൂര ദേശത്ത് കൊണ്ടുപോയി നശിപ്പിച്ചു. എന്നാൽ അപ്പൻ ഹൃദയപൂർവം കാത്തിരുന്നു. മടുപ്പൊന്നുമില്ല. എല്ലാ ദിവസവും ഈ മോനെ കാത്തിരിക്കുക, എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഹൃദയപൂർവമുള്ള അന്വേഷണം, ഹൃദയപൂർവമുള്ള കാത്തിരിപ്പ്, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഈ പുസ്തകത്തിലൂടെ ലൂക്കോസ് 15 നമുക്ക് കാണാൻ കഴിയും. ഹൃദയപൂർവം, എല്ലാ ഹൃദയം കൊണ്ട് ചെയ്യണം. ഒരു സഭയിൽ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇന്നൊരു ചെറിയ തലവേദനയുണ്ട്, ഇന്ന് അങ്ങോട്ട് പോകണ്ട. ഇന്ന് ക്രിക്കറ്റ് കളിയുണ്ട്, ഇന്ന് പോകണ്ട. പിള്ളേർ എഴുന്നേക്കാൻ ലേറ്റായി, ഇന്ന് പോകണ്ട. എന്താണ്? ഹൃദയപൂർവമല്ല ഒരാള് ഒരു ആരാധനയ്ക്ക് പോകുന്നത്. അത് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഹൃദയപൂർവമുള്ളവർ തലേ ദിവസം തന്നെ ഡ്രസ്സെല്ലാം ഒരുക്കി, വസ്ത്രമെല്ലാം റെഡിയാക്കി ഒരുങ്ങി, അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും ക്രമീകരിച്ച് റെഡിയായി സമയത്ത് ചർച്ചിൽ വരും. ഹൃദയപൂർവം ആരാധനയ്ക്ക് വരുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർ ഹൃദയപൂർവം ദൈവത്തെ അന്വേഷിച്ചവരാണ് ഒരു കൂട്ടർ. അടുത്തത്, ദൈവത്തിന്റെ ചലനത്തിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അടുത്ത കാര്യം നമ്മൾ അറിയേണ്ടത്, ദൈവത്തിന്റെ ചലനം അതിൽ ദൈവത്തിന് അനുകൂലമായാണോ പ്രതികരിക്കുന്നത്, ദൈവത്തിന് പ്രതികൂലമായാണോ? ഒരു പരിശുദ്ധാത്മാവിന്റെ മൂവ് വന്നാൽ അതിനെതിരെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്, പരിശുദ്ധാത്മാവിൽ അസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധനായ ദൈവദാസൻ. അദ്ദേഹം കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടി നടന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസനാണ്. ഒരു സഭയാർജുള്ള ഒരു ദൈവദാസനല്ല. അദ്ദേഹത്തിന്റെ എൻ്റെ ജന്മദിനം പോലും ഒരു ദിവസമാണ്. ഒരു വർഷമാണ് ജനിച്ചത്, ഒരേ ദിവസമാണ്, ഒരേ മാസമാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ പ്രാണസ്നേഹിതരാണ്. അദ്ദേഹത്തിൻ്റെ അനേക മീറ്റിങ്ങുകളിൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. യേശു അല്ലാതെ മറ്റൊന്ന് ഹൃദയത്തിലില്ല. എന്നാൽ അദ്ദേഹം ആരംഭിച്ച അഗ്നിയുടെ ഒരു ശുശ്രൂഷ കേരളത്തിലെ അനേക ചെറുപ്പക്കാരെ മാറ്റിമറിച്ചു. കേരളത്തിൽ ഇന്ന് കാണുന്ന വലിയ ശുശ്രൂഷ ചെയ്യുന്ന പല ചെറുപ്പക്കാരും അതിൽ നിന്ന് പുറത്തു വന്നതാണ്. എന്നാൽ ആ മിനിസ്ട്രിയെ വിമർശിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാൻ രംഗത്ത് വന്നത് ആത്മികരെന്ന് പറയുന്ന വലിയ ആൾക്കാരാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ശുശ്രൂഷകളെ വേണ്ടെന്ന് വെച്ച് പൗലോസ് പറഞ്ഞ പോലെ, ഇനി ഞാൻ ജാതികളുടെ അടുക്കലേക്ക് പോകുന്നു പറഞ്ഞ പോലെ കാലിലെ പൊടിയും തട്ടി അദ്ദേഹം പോയി. വടക്കേ ഇന്ത്യയിൽ പല നാടുകളിൽ കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്നു. വിമർശനം, ദൈവത്തിൻ്റെ ആ ചലനത്തെ, അതെങ്ങനെയാണ് ആ ചലനത്തിൽ നാം പ്രതികരിക്കുന്നത്? അനുകൂലമായി പറയാമോ? എല്ലാറ്റിനും വിമർശിക്കുന്നവരുണ്ട്. ഒരു നല്ല പ്രവാചകൻ എഴുന്നേറ്റ് വന്ന ഉടനെ പറയും അത് കള്ളപ്രവചനമാണ്, അത് നേരത്തെ പറഞ്ഞു കൊടുത്തതാണ്, ആള് ശരിയല്ല, അല്ലെങ്കിൽ ആൾക്ക് ഇന്ന രാജ്യത്ത് വേറൊരു ഭാര്യയുണ്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ദൈവദാസനെ ഇല്ലായ്മ ചെയ്യാൻ, അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മുടെ വാഗുണ്ട്, നമ്മുടെ മക്കളോ നമ്മളോ, നമ്മുടെ വാഗുണ്ട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾക്കെതിരെ സംസാരിക്കരുത്. ദൈവത്തിൻ്റെ ചലനത്തിന് വിരോധമായി ആരും ഒന്നും സംസാരിക്കരുത്. അടുത്ത കാര്യം, ദൈവപ്രവൃത്തിയെ വിമർശിക്കുന്നവരുടെ ലിസ്റ്റ് ഒരിക്കലും ഉണ്ടാക്കരുത്. ദൈവപ്രവൃത്തിയെ വിമർശിക്കുന്നവരുടെ ലിസ്റ്റിൽ
നാം ഒരിക്കലും ഉണ്ടാകരുത്. ഒന്നുകൂടി പറയാ, ദൈവപ്രവൃത്തിയെ വിമർശിക്കുന്നവരുടെ ലിസ്റ്റിൽ നാം ഒരിക്കലും ഉണ്ടാകരുത്. ആരെയും വിമർശിക്കരുത്. ശൗല് കൃപ നഷ്ടപ്പെടുത്തി, അവൻ ദുരാത്മാവ് പിടിച്ചവനായിരുന്നു. ദാവീദ് ഒരിക്കലും അത് പറഞ്ഞില്ല. യഹോവയുടെ അഭിഷിക്തൻ എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും, ഇത്രയും ഉപദ്രവം ചെയ്തിട്ട് മരണത്തിൽ പോലും ദാവീദ് കരഞ്ഞു. വീരന്മാർ പട്ടുപോയെന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. ആ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു. ആ ഒരു മനോഭാവത്തിൽ ആരെക്കുറിച്ചും, ഇനി അവർ ശരിയല്ലായിരിക്കാം, എങ്കിലും നമ്മുടെ വാഗുകൊണ്ട് അന്യന്റെ ദാസനെ വിധിക്കേണ്ട ആവശ്യമില്ല. അന്യന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസനെ വിധിക്കാൻ നമ്മളാരാ? അത് ദൈവത്തിന് പോയാ ദൈവത്തിന്, കിട്ടിയാ ദൈവത്തിന്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ആരെയും വിമർശിക്കരുത്, ആർക്കെതിരെ ഒരു വാക്ക് പറയരുത്, ആർക്കെതിരെ എഴുതരുത്, ആർക്കെതിരെ പറഞ്ഞ് ചിരിക്കരുത്. ഇവിടെ സംഭവിച്ചത് പൂതുവീഞ്ഞു കുടിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. മലയാളക്കരയിൽ നിന്ന് ഇങ്ങനെയുള്ള രീതികൾ മാറട്ടെ, നമ്മുടെ ഇടയിൽ നിന്ന് മാറട്ടെ, നമ്മുടെ വീട്ടിൽ നിന്നത് മാറട്ടെ. പോസിറ്റീവായി കാണാം. ഈ വലിയ കാര്യം എന്തെന്ന് അറിയാനുള്ള ആഗ്രഹം, അതാണ് 3000 പേർ മുട്ടുകുത്തിയത്. വിമർശിച്ചവരെല്ലാം മടങ്ങിപ്പോയി, സ്വീകരിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, എന്ത് കേട്ടാലും സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാനുള്ള കൃപ തരണേ. അങ്ങയുടെ അഭിഷേകത്തിനെതിരെ, അങ്ങയുടെ ചലനത്തിനെതിരെ, അങ്ങയുടെ പ്രവർത്തിക്കെതിരെ, അങ്ങയുടെ കൃപയ്ക്കെതിരെ ഒരു വാക്കുപോലെ എതിർത്ത് പറയാൻ എൻ്റെ നാവുകൊണ്ടോ ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ആരുടെയും നാവുകൊണ്ടോ ഒരിക്കലും ഇടയാകാതെ എല്ലായ്പ്പോഴും നല്ലത് പറയുന്ന ഒരു ബർന്നബാസിനെ പോലെ പ്രബോധന പുത്രന്മാരാക്കി മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ മാത്രം ഞങ്ങളെ ഉപയോഗിക്കണം. ആരെ നിരുത്സാഹപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇടയാകും. ആരെ വിമർശിക്കാനിടയാകരുത്. പരിശുദ്ധാത്മാ ഞങ്ങളോട് കൂടിയിരിക്കണം. ഇത് കേൾക്കുന്നവർക്ക് മുറിവുകളുണ്ട്, അവരെ സൗഖ്യമാക്കണം. ആന്തരിക മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കണം. വിമർശനങ്ങൾ കേട്ട്, മറ്റുള്ളവരെ വായിൽ നിന്നുള്ള വാക്ക് കേട്ട് മനസ്സ് കീറി മുറിഞ്ഞവരുണ്ട്, അവരെ ബലപ്പെടുത്തണം, സൗഖ്യമാക്കണം. ഇന്നത്തെ മീറ്റിങ്ങിൽ അവർ സൗഖ്യമാക്കണം. അവർക്ക് നല്ലൊരു ഇന്നർ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ അകത്തുള്ള മുറിവുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തന്മാരായ ദൈവദാസന്മാരായി എല്ലാവരും എഴുന്നേറ്റ് വരട്ടെ. വിമർശനങ്ങളുടെ നടുവിലും തളരാത്ത പത്രോസിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ അവർ എഴുന്നേൽക്കട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരണം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.